ഓം നമോ ഭഗവതേ വാസുദേവായ. ഒറ്റപ്പാലം കോഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടക്കുന്ന തിരുവുത്സവം 2025 ഭാഗമായി ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചിത്രീകരിച്ചിരിക്കുന്നത് നീലേശ്വരം ശ്രീജിത്ത് സോപാന സംഗീതത്തെക്കുറിച്ച് പറയുന്ന ചില ചെറുവിവരണങ്ങളാണ്. സശ്രദ്ധം കേൾക്കുക. ഹരി ഓം. ഈ ഉത്സവത്തിൻ്റെ ഭാഗമായി ഈ ക്ഷേത്ര പരിസരത്തിലാകെ അത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങൾ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കാണും. ഞാനിപ്പോൾ ഈ വേദിയിൽ തിരുപ്രതീക്ഷിക്കാനാണ് പെട്ടെന്ന് ശ്രീ നീലേശ്വരം ശ്രീജിത്തിൻ്റെ ഇടയ്ക്കിലുള്ള ചില പ്രയോഗങ്ങൾ അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നതായിരിക്കും. ഇദ്ദേഹം വലിയ ചെണ്ടവാദകനാണ്, ഇടയ്ക്ക് ഉപയോഗിക്കാനാണ്, ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണ്. അപ്പോൾ ശ്രീ ശ്രീജിത്ത് മാരാരെ വേദി. ഒരു സംഭവമാണ്, ഇവിടെ അടിയന്തരം ആയിട്ട് ഉത്സവം കൂടാമെന്നാണ്. അപ്പോൾ ഇടയ്ക്കെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം. പിന്നെ ഈ ഇടക്ക ക്ഷേത്രവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ശൈലി വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ രണ്ട് രീതിയിലും പറയാം. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡായിട്ടും പറയാം, ഇതിൻ്റെ സ്പിരിച്വൽ സൈഡായിട്ടും പറയാം. അപ്പോൾ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇടയ്ക്ക എന്താണ്, ഇടയ്ക്കയുടെ സ്ഥാനം. ഞാൻ വരുന്ന കുറച്ച് ദൂരത്തു നിന്നാണ്, നീലേശ്വരം കാസർഗോഡ് ജില്ലയിലാണ്. ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പാലക്കാടുകാരോട് ഇതിനെക്കുറിച്ച് അധികമൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇടക്ക ക്ഷേത്രത്തിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, എന്താ പറയുക, പൂജാവിധാനത്തിൽ എന്താ പറയുക, നൃത്തസങ്കല്പമായിട്ട് പൂജാരിയുടെ മുദ്രകൾ, മന്ത്രങ്ങളൊക്കെ മുദ്രകളുണ്ടാവും. ഗീതം, വാദ്യം. നൃത്തമായിട്ട് കണക്കാക്കിയിട്ടുള്ളത് തന്ത്രി അല്ലെങ്കിൽ പൂജാരി ചെയ്യുന്ന മുദ്രകൾ, പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മുദ്രകളുണ്ടാവും, അത് കണക്കാക്കാം. അതുപോലെ ഗീതം, വാദ്യം, അതിൽ ഇത് രണ്ടും നടക്കുന്ന ഒരു ഉപകരണമാണ് ഇടയ്ക്ക എന്ന് പറയുന്നത്. ഇപ്പം ഇടയ്ക്കയുടെ സങ്കല്പം ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് പശുവിൻ്റെ എന്താ പറയുക, ചെറുകുടലിൻ്റെ ആ ഒരു കവള് തോലാണ് അത്. പിന്നെ ഇതിനെ കുറച്ച് പൊടുപ്പുകൾ കാണാം. ജീവക്കോൽ എന്ന് പറഞ്ഞിട്ട് 4 ഇതും കാണാം. ഈ പൊടുപ്പുകൾ നോക്കിയിട്ടിരിക്കുന്നു. ഇതിന് ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇടയ്ക്ക വളരെ മൃദുവായിട്ടുള്ളൊരു ഉപകരണമാണ്. വളരെ നിയന്ത്രണത്തോടു കൂടി മാത്രമേ കൊട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ ടൈറ്റ് ചെയ്ത്, അതായത് ആവശ്യത്തിന് മുറുക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത്. അതാണ് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ്. ബാക്കി വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനെ, ഈ ദീപക്കോലിനെ 4 ഭേദങ്ങളായിട്ട് പറയും. ഇതിനകത്ത് എല്ലാം കൂടി 64 കൊഴുപ്പുകളുണ്ട്. അത് 64 കലകളെ സൂചിപ്പിക്കുന്നു പറയും. 64 കലകളെ സൂചിപ്പിക്കുന്നു. പിന്നെ ഇടയ്ക്കയുടെ കുറ്റി, വട്ടം. ഇത് ഇടയ്ക്ക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഢക്ക, ഢമരു എന്നൊക്കെ പറയുന്ന ഉപകരണത്തിൽ ലോപിച്ച് നമ്മുടെ മലയാളത്തിൽ ഇടയ്ക്കാവുന്നതാണ്. എന്നാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി വിശ്വാസം ആളുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ഇടയ്ക്ക, അതായത് ഇത് നിലത്ത് വെക്കാൻ പാടില്ല എന്ന് പറയും. തൂക്കിയിടുക, അല്ലെങ്കിൽ ഒരു ആകാശത്തിനും ഭൂമിയുടെ വെക്കുക, നിലത്ത് വെക്കാൻ പാടില്ല. അതിന് ഇടയ്ക്ക് വെക്കുന്നത് കൊണ്ടാണ് ഇത് ഇടയ്ക്ക എന്ന് പറയുന്നതൊക്കെ പറയും. അത് സ്പിരിച്വലിൻ്റെ സങ്കല്പം. അപ്പോൾ ഇടയ്ക്കയുടെ ഇതിൽ സാധാരണ ഉപയോഗിച്ച് വരുന്നത് പൂജയ്ക്ക് കൊട്ടിപ്പാടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് കൊട്ടിപ്പാടി സേവ എന്ന് പറയുന്നു. കൊട്ടിപ്പാടി സേവ, കൊട്ടുകയും പാടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോപാന സംഗീതം എന്നൊരു സങ്കല്പം കൂടിയുണ്ട്. സോപാനം എന്ന് പറയുമ്പോൾ, സോപാനം നമ്മുടെ പടികൾ, അതിൻ്റെ ഓവിൻ്റെ ഭാഗത്തു നിന്നാണ് പാടുക. അപ്പോൾ സോപാനത്തിങ്കൽ പാടുന്നത് കൊണ്ട് സോപാന സംഗീതമായിട്ട് വരും. ഏറ്റവും പുരാതനമായിട്ടുള്ള കേരളീയ കലയാണ് സോപാന സംഗീതം, അല്ലെങ്കിൽ കൊട്ടിപ്പാടി സേവ. കൊട്ടിപ്പാടി സേവയാണ് പിന്നീട് സോപാന സംഗീതം ഇങ്ങനെ ആയി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ കൊട്ടിപ്പാടി സേവയിൽ അതിനൊക്കെ ചില സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളിപ്പം ഒരുപാട് യൂട്യൂബിലും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പം ഈ സോപാന സംഗീത കല വളരെയധികം ജനകീയമായിട്ട് വന്നിട്ടുണ്ട്. ആ ജനകീയമാക്കിയത് പ്രഗത്ഭരായ 2 കലാകാരന്മാരാണ് കാര്യമായിട്ട്. അതൊന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയണം. അമ്പലപ്പുഴ വിജയകുമാർ, ഗുരുസ്ഥാനിയനാണ്.
പിന്നെ ഏലൂർ ബിജു, ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കലാകാരൻ. ഇവർ രണ്ടാളാണ് ഇതിനെ ശരിക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് ഇത് ഇന്നത്തെ നിലയിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കാനിടയായിട്ടത്. എന്നാൽ അത് ഉപയോഗിക്കുന്ന സമയത്ത് പല ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഇത് കൊട്ടിക്കൊണ്ട്, ഞാൻ വിമർശന രൂപത്തിൽ പറയാറുണ്ട് മനസ്സിലാക്കും, ഇത് കൊട്ടിക്കൊണ്ട് ഭജന പാടുന്നതല്ല. അപ്പോൾ ഇടയ്ക്കിടെ ഇതിന് കൃത്യമായ സമ്പ്രദായം, രണ്ട് ശൈലിയാണ് കാര്യമായിട്ട് പറയുന്നത്. രാമമംഗലം ബാണി എന്ന് പറയുന്ന രാമമംഗലം, ഈ തെക്കോട്ട് രാമമംഗലം ബാണി, പിന്നെ വൈക്കം ശൈലി, ഈ രണ്ട് ശൈലിയാണ്. പിന്നെ നമുക്ക് പാലക്കാട് സ്വന്തമായിട്ട് പറയാം വള്ളുവനാടൻ ശൈലി എന്നൊരു ശൈലിയുണ്ട്. വള്ളുവനാടൻ ശൈലിയുടെ പ്രയോക്താവ് പ്രശസ്തനായിട്ടുള്ള ഞെളത്ത് രാമപൊതുവാൾ ആശാനാണ്. ഇപ്പോൾ ആ വഴി കൊണ്ടു നടക്കുന്ന പ്രമുഖ കലാകാരനാണ് ഞെളത്ത് രാമദാസ് മാഷ്. അദ്ദേഹം തന്നെ ഉള്ളൂ ഇപ്പോൾ ഈ വള്ളുവനാടൻ ശൈലി കൊണ്ടുവന്നത്. പിന്നെ എൻ്റെ നാട്ടിലേക്ക് വടക്കോട്ട് പോകുമ്പോൾ ഇത് കുറച്ചും കൂടി കഥകളി സമ്പ്രദായത്തിൽ ചേർന്നിട്ട് അതൊരു പയ്യന്നൂർ സമ്പ്രദായം എന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. അത് കുറച്ചും കൂടി വ്യത്യസ്തമാണ്. ഇടയ്ക്കയിലെ എല്ലാ കാര്യങ്ങളും അവിടെ വേറെ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ തെക്ക് തൊട്ട് വടക്ക് വരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇടയ്ക്കയിലെ പ്രധാനപ്പെട്ട ഇതിന് 3 സ്ഥാനങ്ങളുണ്ട്. നമ്മൾ സംഗീതത്തിൽ പറയുന്ന പോലെ തന്നെ സ, പ, സ. അപ്പോൾ ഇടയ്ക്ക് ഇത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ക്ഷേത്രത്തിലാണ് പാടുന്നതെങ്കിൽ, ക്ഷേത്രത്തിലാണ് സോപാനത്തിൻ്റെ അവിടെയാണ് പാടുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഇടയ്ക്കയിൽ 3 സ്ഥാനങ്ങൾ വായിക്കാം. അതിന് 3 സ്ഥാനം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ കുറച്ച് പഴയ ഇടയ്ക്കാണ്, ഇതിലെല്ലാം ശ്രുതിയും കൃത്യമായിട്ട് കിട്ടണമെന്നില്ല, ഒരു അടിയന്തരത്തിലുള്ള ഇടയ്ക്കാണ്. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സ, ഇത് തിരിച്ചും വായിക്കണം. മതവാരണ മുഖവൻ പല പോതിലും മധുരം തോതി പെരുകും കൂട മയണം കലയായുള്ള കവിമാലകൾ പുകതാരിതു പലനാ തുണയാവണം ഗണനായകൻ അഭിനന്ദോടു തുളുനേ. ഇത്രയുണ്ടാവുന്നത് 4 ഈരടി 4 പദങ്ങളോ അല്ലെങ്കിൽ 6 പദങ്ങൾ വെച്ചിട്ടുള്ള ധ്യാനികളാണ് പാടുക. ധ്യാനി പാടിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടം കൊട്ടിപ്പാടി സേവയിൽ ഇടയ്ക്കയിൽ കൂറ് കൊട്ടുക എന്നുള്ളത് സംഭവം. അത് ഈ 5 പൂജയ്ക്കും പിന്നെ പള്ളിച്ചിന്ത് എന്ന് പറയും, ആ പള്ളിച്ചിന്തിനും കൂടിയിട്ട് 6 കൂറുകളുണ്ട്. 5 കൂറുകളെ ഈ മഹാക്ഷേത്രങ്ങളിൽ കൊട്ടാൻ പറ്റാറുള്ളൂ. ചെറിയ ക്ഷേത്രങ്ങളിലാകുമ്പോൾ നമുക്ക് 2 കൂറിനെ, അതായത് ഉഷപൂജയ്ക്കും ഉഷപൂജയ്ക്കും അത്താഴപൂജയ്ക്കും ഒരേ കൂറ് തന്നെയാണ് കൊട്ടുക. അത് ശരിക്കും ത്യാണി ഏത് രാഗത്തിലാണോ താളത്തിലാണോ പാടിയത് അതേ താളത്തിലുള്ള കൂറ് കൊട്ടണം എന്നാണ്. ഇപ്പം ഞാൻ കൊട്ടിയിട്ടുള്ളത് രൂപക താളത്തിൽ ധീന്റെ താളത്തിലാണ്, രൂപക താളത്തിലാണ് ഞാനിപ്പോൾ ത്യാണി പാടിയിട്ടുള്ളത്. അത് ഉച്ചപൂജയ്ക്കാണ് പാടുക. അപ്പോൾ ഉച്ചപൂജയ്ക്ക് ത്യാണി പാടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂറ് രൂപക താളത്തിലെ കൂറാണ് കൊട്ടുന്നത്. അത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് എൻ്റെ കൂറ്. ഈ ചിത്രപ്രകാരം നമ്മൾ ആദ്യം സ്ഥാനങ്ങൾ കാണിച്ചു, ഗണപതിക്കെ കൊട്ടി ഒരു ദേവന്റെ ത്യാണി പാടി ഇടയ്ക്കൊരു കൂറ് കൊട്ടുന്നു. അതിനുശേഷം പിന്നെ നമ്മളതിനെ പറയാം
ഒരു ഏതെങ്കിലും ഒരു കീർത്തനങ്ങൾ പാടുക എന്നല്ല, അതിന് ശരിക്ക് ഒരു വാക്ക് ഈ രാമമംഗലം പാടിയിൽ പറയാറുണ്ട്, ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നില്ല, ഞാൻ പോട്ടെ. ഒരു കീർത്തനം പാടുക, അത് കർണാടക സംഗീതത്തിലെ കീർത്തനമാവാം, അല്ലെങ്കിൽ നമ്മുടെ കേരളീയമായിട്ടുള്ള പല കീർത്തനങ്ങളുണ്ട്. പഴയ ആൾക്കാർ പാടി വന്ന ഒരുപാട് മലയാള കീർത്തനങ്ങൾ തന്നെയുണ്ട്. ഇതിനിടയിൽ പറഞ്ഞ് ഇത്രയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് തന്നെ പറയപ്പെടേണ്ട ഒരു കാര്യം അഷ്ടപതി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടോ? ഈ അഷ്ടപതി സോപാനത്തിൽ ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് സോപാന സംഗീതത്തിൽ പാടാമോ, സോപാനത്തിൽ പാടാൻ പറ്റുമോ, കൊട്ടിപ്പാടി സേവയിൽ പാടാൻ പറ്റുമോ? അഷ്ടപതി അറിയാമല്ലോ, ശ്രീകൃഷ്ണന്റെ രാസലീലകൾ വർണ്ണിക്കുന്ന ജയദേവ കവി എഴുതിയിട്ടുള്ള കീർത്തനങ്ങളാണ്. ജയദേവ കവി ഉത്തരേന്ത്യക്കാരനാണ്. അപ്പോൾ ഉത്തരേന്ത്യയിൽ എങ്ങനെ ഇവിടത്തേക്ക് ഇതെത്തി എന്നുള്ളത് ഒരു ഇത് കാര്യമാണ്. അത് ശരിക്കും ഉത്തരേന്ത്യയിൽ തന്നെ അത് പ്രചാരം കുറവാണ്, അത്ര വലിയ ഒന്നും കേൾക്കാറില്ല. പക്ഷെ കേരളത്തിൽ അത് വളരെയധികം ഉണ്ടായിട്ടുണ്ട്. അപ്പം അഷ്ടപതി പാടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഷ്ടപതി ഇപ്പം ഗുരുക്കന്മാരുടെ പല പല വ്യത്യാസ അഭിപ്രായങ്ങളുണ്ട്. അഷ്ടപതി കൃഷ്ണന് മാത്രമേ അടുത്ത് പാടാൻ പറ്റുള്ളൂ, എല്ലാ ദേവന്മാർക്കും അഷ്ടപതി പറ്റില്ല. അത് ഉദാഹരണത്തിന് പുതുക്കോട് സദാശിവമാരായി ഇതിൽ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മറ്റൊരു ഭഗവാന്റെ മുമ്പിൽ അഷ്ടപതി പാടാൻ പാടില്ല എന്നുള്ളതാണ്. കൊടിമരത്തിൽ പാടാം, കൊടിമരത്തിങ്കിൽ എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ പാടാം, അതല്ലാതെ ശ്രീകോവിലെടുത്ത് അഷ്ടപതി പാടരുതെന്ന് പറയും. എന്നാൽ നമ്മുടെ ഭാഗത്ത് പയ്യന്നൂർ കൃഷ്ണമണിമാരാണ്, അദ്ദേഹം ഇതിൻ്റെ ഒരു സ്കോളറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അഷ്ടപതി എവിടെയും പാടാനാണ്. അപ്പോൾ ആ അഭ്യർത്ഥന കിടക്കട്ടെ. അഷ്ടപതി ജയദേവ കവിയുടെ കീർത്തനങ്ങൾ ഈ സോപാന സംഗീതത്തിൽ ഉപയോഗിച്ചു വന്നതാണ്, അല്ലാണ്ട് സോപാന സമ്പ്രദായത്തിലോ കൊട്ടിപ്പാടി സേവ സമ്പ്രദായത്തിലോ ഉള്ളതല്ല. അവിടെ പാടുന്നു എന്ന് മാത്രം. ഇത്രയാണ് ചുരുക്കി ഇടയ്ക്കിടെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പുതിയ തലമുറ, പുതിയ ആൾക്കാർ പാടി വരുമ്പോൾ ഇപ്പോൾ നമ്മൾ യൂട്യൂബിനൊക്കെ മഹാദേവ മനോഹര, അങ്ങനെ ഒരുപാട് ഇപ്പം മോഹിനിയാട്ടത്തിൽ കാത്തിരിപ്പോ കണ്ണ, ഇതൊക്കെ പുതിയ പുതിയ കീർത്തനങ്ങളാണ്. എന്നാൽ ഈ കീർത്തനങ്ങളൊക്കെ ഭജന പാടുന്ന പോലെ ശരിക്ക് ഇൻസ്ട്രുമെൻ്റ് വെച്ച് ഭജന പാടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതും പാടാം. പക്ഷെ ഇടക്ക കൊട്ടി പാടുന്ന സമയത്ത് അത് ഭജനപ്പാട്ടായി മാറുന്നുണ്ട്. അതുപോലെ പല കുട്ടികളും പല ആൾക്കാരും കൊട്ടിക്കൊണ്ട് സ്വയം കൊട്ടിക്കൊണ്ട്, അങ്ങനെയുള്ള കൊട്ടിപ്പാടി സേവയാണ്. വേറെ ആൾ കൊട്ടിയിട്ട് ഇപ്പം പാടുക എന്നുള്ളത് അംഗീകരിക്കുന്ന ഒരു സംഭവമല്ല. അപ്പം അത് പഠിച്ച് കൊട്ടി സാധകം ചെയ്ത് പഠിച്ചിട്ട് മാത്രമേ ഈ രംഗത്തേക്ക് വരേണ്ടതുള്ളൂ എന്ന് പ്രത്യേകം അഭ്യർത്ഥനയാണ്. ഇല്ലെങ്കിൽ അത് ശരിക്ക് അതൊരു ഭജന പാടുന്ന, അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. പ്രശസ്തയായ കുട്ടിയാണ്, ആ കുട്ടി പാടുന്നത് ശരിക്കും കേട്ടുകഴിഞ്ഞാൽ ഒരു പഴയ കീർത്തനമുണ്ട്, മുല്ലബാണ വെല്ലിനോടുന്നില്ല. അത് പണ്ട് ഇവിടുത്തെ നമ്മളെ ഞെളത്ത് ആശാനും പിന്നെ ഇവിടുത്തെ കേശവ പുതകൾ അദ്ദേഹമൊക്കെ പാടിക്കൊണ്ടിരുന്ന, അച്യുത പുതകളൊക്കെ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണ്, ദേവിയുടെ പാട്ടാണ്. അത് വളരെ പതിഞ്ഞ് താളം പിടിച്ച് പാടുന്ന പാട്ടാണ്. എനിക്കത് കൃത്യമായിട്ട് അറിയില്ല, ക്ഷമ. മുല്ലബാണ വെല്ലിനോടു തുല്യമാ ചീലക്കി മെല്ലവേ നോക്കിടും ശിവവല്ലഭേ മായേ അല്ലലത്ര ജനീവൃത്തി ഇല്ലതിന്നൊരു സന്ദേഹം ഉള്ളിലെനിക്കൊരു സുഖമില്ലവോ ലോകമാതാവേ. ഇതാണ് കീർത്തനം. പക്ഷെ ഇത് നിന്നിപ്പോൾ ആ കുട്ടി പാടുന്നത് മുല്ലബാണോടു തുല്യമാം ഇങ്ങനെ പാടുമ്പോൾ ആ പാട്ടിൻ്റെ ശൈലി തിരുവാതിര പാട്ട് പാടുന്ന പോലെ. തിരുവാതിരക്ക് പല പാട്ടുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അങ്ങനെ പല രസകരമായിട്ടുള്ള കൗതുകങ്ങൾ ഇപ്പോൾ സോപാന സംഗീതത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇടയ്ക്കെക്കുറിച്ച് പറയാനുള്ളത്, സുഭാഷ് എന്താ സമയം എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ വേറെ പ്രത്യേകിച്ചൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ശ്രുതി. നമ്മൾക്ക് എനിക്ക് ശ്രുതി ശരിയാവുന്നൊന്നുമില്ല, ഇടയ്ക്കിടെ ശ്രുതി ചേർത്തിട്ടാണ് ഈ പാട്ട് പാടുന്നത്. വേറൊരു ശ്രുതിയുടെ ആവശ്യം സോപാന സംഗീതത്തിലില്ല, പക്ഷെ കൊട്ടിപ്പാട് സേവയിലില്ല. കാരണം ശ്രുതി ബോക്സിനകത്ത് നമുക്ക് കിട്ടുന്നത് സി ഷാർപ്പ്, സി, ബി, അങ്ങനെ ആ രീതിയിലുള്ള ശ്രുതികളായിരിക്കും. ചിലപ്പോൾ അത്
നമ്മളെ കയ്യിലുള്ള ഇടക്ക ചിലപ്പോൾ ആ ശ്രുതിയായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഇടയ്ക്കയിലെ ശ്രുതി ചേർക്കും. അത് പറയുകയാണെങ്കിൽ സുരുട്ടിയുടെ സ ധ അതുപോലെ അങ്ങനെ നോക്കിയിട്ട് ആ ലെവലിലാണ് വരിക എന്നൊക്കെ പറയും. അപ്പോൾ ഇടയ്ക്കയുടെ ശ്രുതി തന്നെ നോക്കണം. അത് ഇതിലിപ്പോൾ ശ്രുതി കിട്ടില്ല, ഇതൊരു പഴയ ഇടയ്ക്കയാണ്, നല്ല ഇടയ്ക്കയാണെങ്കിൽ വൃത്തിയിൽ ശ്രുതി കിട്ടും. അതുപോലെ ഇടയ്ക്കയിൽ തന്നെ സപ്തസ്വരങ്ങൾ വായിക്കാനും പറ്റും. ഉദാഹരണത്തിന് ഇന്ന് വൈകുന്നേരം മിക്കവാറും ആളിവിടെ എത്തും. ആൾ നാഗ്പൂരുണ്ട്, പരിപാടിയിലുണ്ട്. നമ്മുടെ സ്വന്തം രാകേഷ് കമത്ത് ഇന്നിവിടെ ഉണ്ടാവും. മൂപ്പര് എന്തായാലും കൊടിമരത്തിൽ പാടാൻ ഭാഗ്യമുണ്ടെന്ന് കേൾക്കാം. അസാധ്യ ഗായകനാണ്, അസാധ്യമായിട്ട് ഇടക്ക പ്രയോക്താവാണ്. എന്താ പറയുക, ഭക്തിയിൽ അങ്ങനെ ലയിപ്പിക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാവം ഭഗവാന് പൂജ നടക്കുമ്പോൾ പുറത്ത് നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് ആ ഭഗവാന്റെ രൂപം സാരൂപ്യ ഭക്തി ഉണ്ടാക്കുക എന്നുള്ളതിന് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പാടുന്ന ഒരു സുഖമോ ഫീലിങ്ങോ സ്റ്റേജിൽ പാടുമ്പോൾ കിട്ടില്ല, പാട്ടുകാരനും കിട്ടില്ല, ശ്രോതാക്കൾക്കും കിട്ടില്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് കൊട്ടിപ്പാടി സേവാന്ന് സ്റ്റേജിൽ പറയില്ല, സോപാന സംഗീതം എന്നും പറയാം, അല്ലെങ്കിൽ ഇടക്ക കൊട്ടിപ്പാടുക, ഇത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതാണ്. ഇനി ഞാൻ പഠിച്ചിട്ടൊരു അഷ്ടപതി ഞാൻ പാടാം. അത് കൃത്യമായിട്ട് പാട്ടാണ്. അതും കൂടി പാടിയിട്ട് നിർത്താൻ സുഭാഷേട്ടാ. ഈ അഷ്ടപതിയിൽ ശരിക്കും ശ്ലോകം ഉണ്ടാവും. 8 പദങ്ങളോട് കൂടിയിട്ടാണ് പാടുക. അതിലെല്ലാ പദങ്ങളും എടുത്തിട്ടില്ല, ചിലതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ചിലതൊക്കെ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം. കുറച്ചും കൂടി നമുക്ക് പൊതു സദസ്സിൽ പ്രയോഗിക്കാൻ പറ്റാത്തത്രയും മോശം ആയിട്ടുള്ള നല്ല പദങ്ങൾ തന്നെയാണ്. പക്ഷെ നമുക്കത് പുറത്ത് പാടുമ്പോൾ അത് അത്ര ആസ്വാദ്യകരമാവില്ല എന്നൊക്കെ അഭിപ്രായമൊക്കെ ഉണ്ട്. പക്ഷെ അത് ഭഗവാന്റേതായതുകൊണ്ട് നമുക്ക് എങ്ങനെ പാടാം. അതിൽ ദേശ ഭാഷാ വ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എല്ലാം പാടാറില്ല. അപ്പോൾ ഞാൻ പഠിച്ച ആകെ ഒരു 5 അഷ്ടപതികൾ മാത്രമേ എനിക്കറിയുള്ളൂ. അത് അടിയന്തരത്തിന് വേണ്ടി മാത്രം. രതി സുഖ സാരേ ഗതമഭിസാരേ മദന മനോഹര ദേശം രതി സുഖ സാരേ ഗതമഭിസാരേ മദന മനോഹര വേഷം നകുരുനിതംബിനി ഗമന വിളംബനമനുസരിതം ഹൃദയേശം ധീരസമീരേ യമുനാതീരേ വസതിവനേ വനമാലി വസതിവനേ വനമാലി ഗോപീപീന പയോധരമർദ്ദന ചഞ്ചലകരയുഗശാലി നാമസമേതം കൃതസംഗേതം നാമസമേതം കൃതസംഗേതം വാദയതേ മൃദുവേണും ധീരസമീരേ യമുനാതീരേ പതതി പതത്രേ വിചലതി പത്രേ ശങ്കിത ഭവതു പയാനം ചല സഖി കുഞ്ചം സതിമിയ കുഞ്ചം ചല സഖി കുഞ്ചം സതിമിര കുഞ്ചം ചീലയ നീല വിജോ
കശ്മീരേ യമുനാ തീരേ ഇതുവരെ എന്നെ ഉൾക്കൊണ്ട നിങ്ങൾക്ക് നന്ദി. ഞാൻ ഇതിനോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ചില ശബ്ദങ്ങളാകട്ടെ എന്തായിക്കോട്ടെ നമ്മളെ വല്ലാണ്ട് അത് ചലിപ്പിക്കാറുണ്ട്, ഉദ്ബുദ്ധരാക്കാറുണ്ട്. ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ സൂചകങ്ങളാണ് ഇവര്. ഇതൊക്കെ നിങ്ങൾക്ക് എനിക്കും അത് കേൾക്കാൻ സാധിച്ചത് നമ്മുടെ പുണ്യമായിട്ട് വേണം. ഇതിന് ഇത്രയും സങ്കീർണതകൾ, സങ്കല്പങ്ങൾ, സങ്കേതങ്ങൾ ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് മനസ്സിലാവില്ല. പ്രത്യേകിച്ച് ആധുനിക കാലത്തെ അഭിരുചികൾക്കനുസരിച്ചിട്ട് അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സന്ദർഭത്തിലേക്കാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ കഥയൊക്കെ വന്ന് പറഞ്ഞു തരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ സങ്കീർണതകൾ, അതിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെക്കുന്ന ജീവിതങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലാവുന്നു. ശ്രീജിത്ത്, ഞങ്ങളൊക്കെ ഈ സദസ്സിന് വേണ്ടിയിട്ട് ഞാൻ വളരെ നന്ദി അറിയിക്കുകയാണ്. ചെറിയൊരു ഉപകാരം അവർക്ക് വേണ്ടി ഞാൻ സ്വീകരിക്കണം എന്ന് അപേക്ഷിക്കാം. Thank you.